നമുക്കൊപ്പം കേണൽ ഡിനി ചേരുകയാണ്. കേണൽ ഡിനി, സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള നീക്കങ്ങൾ, പ്രതികരണങ്ങളെല്ലാം താങ്കൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു എന്ന് അറിയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ, പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ മറുപടിയും കേട്ട് കാണുമല്ലോ. പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ദേശീയ അസംബ്ലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാണ് ഇതെല്ലാം ചെയ്തത്, ഞങ്ങളുടെ സാധാരണക്കാരെ കൊന്നൊടുക്കി. ഇന്ത്യയുടെ ഈ പ്രതികാരം ഇപ്പോഴല്ല തുടങ്ങിയത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായി ചേർന്ന് ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതടക്കം എല്ലാ കാര്യങ്ങളും ഇന്ത്യയാണ് ചെയ്തത്. പഹൽഗാം എന്നുള്ള ഒരു വാക്ക് പോലും പറയാതെ ഷഹബാസ് ഷെരീഫ് എത്ര പെട്ടെന്നാണ് ഒരു ഇരയായി മാറുന്നത്? എങ്ങനെ കാണാം ഇതിനെ? നോക്കൂ, ഇത് പാകിസ്ഥാൻ ആർമി എഴുതി കൊടുത്തൊരു സ്ക്രിപ്റ്റ് ഷഹബാസ് ഷെരീഫ് വായിച്ച് എന്ന് മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ. കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സ്ക്രിപ്റ്റാണിത്. അവർ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവർ പറയും ഞങ്ങളല്ല ചെയ്തതെന്ന്. നമുക്ക് മുന്നിൽ കൂടുതലൊന്നും ബാക്കിലോട്ട് പോകണ്ട. കാർഗിൽ യുദ്ധം നടന്ന് നമുക്കറിയാം എങ്ങനെയാണെന്ന്. കാർഗിൽ യുദ്ധ സമയത്ത് പർവേസ് മുഷറഫ് അന്ന് പറഞ്ഞത് ഇത് പാകിസ്ഥാൻ സൈന്യമല്ല, അത് അവിടുത്തെ ഈ ജിഹാദികൾ അല്ലെങ്കിൽ അവിടുത്തെ പോരാളികളാണ് ആ വേർഡാണ് യൂസ് ചെയ്തത്. പക്ഷേ പിന്നീട് നമുക്കറിയാം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആളുകൾ തന്നെയായിരുന്നു അതിനകത്ത്. അത് അന്ന് നവാസ് ഷെരീഫ് പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. അവർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവർ നിഷേധിക്കും, അത് കഴിഞ്ഞിട്ട് പറയും ഇൻ്റർനാഷണൽ മീഡിയേഷൻ വേണമെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് അവർ ഇരവാദം കൊണ്ടുവരും. ഇതെല്ലാം ആ നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പെഹൽഗാമിനെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടാതിരിക്കുന്നത്. ഞാനിതിനെ കാണുന്ന വേറൊരു രീതിയിലൂടെയാണ്. അവരൊരു നരേറ്റീവ് ഡെഫിനറ്റ്ലി സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഹോം ഓഡിയൻസിന് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, നമ്മൾ അല്ലെങ്കിൽ ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കാരണം പാകിസ്ഥാൻ രാജ്യം ഇന്ന് വളരെയേറെ ഭിന്നിപ്പ് ഉള്ള ഒരു രാജ്യമാണ്. പല കാരണങ്ങൾ വശാൽ പാകിസ്ഥാനുള്ളിൽ ധാരാളം ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസൊക്കെ മറികടന്ന് ഒരുമിച്ച് നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇന്നലെയും ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ആർമിക്ക് തിരിച്ചടി കിട്ടിയിരുന്നു. 6ഓളം സൈനികരെ അവിടെ വധിച്ചിരുന്നു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എല്ലാ ദിവസവും പാകിസ്ഥാൻ ആർമിക്ക് തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ വരുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് കാരണം പാകിസ്ഥാൻ്റെ പഞ്ചാബും സിന്ധും തമ്മിലുള്ള ഒരു പ്രക്ഷോഭങ്ങളൊക്കെ മെനിഞ്ഞാന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ അവിടെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പൊളിറ്റിക്കൽ നേതാവ് ഇന്ന് ജയിലിലാണ്, ഇമ്രാൻഖാൻ. പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഒന്ന് ജനറൽ അസിം മുനീറിനെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കണം. അവരൊരു വിക്ടിം ആണെന്നുള്ളത് സൃഷ്ടിക്കണം. നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ആ വിക്ടിം നരേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഇവരെ എല്ലാവരും ഒരുമിച്ച് നിർത്തും. രണ്ടാമതായിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം, പാകിസ്ഥാൻ സൈന്യത്തിനെ വെച്ച് നോക്കുമ്പം ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മൾ 9 സ്ഥലത്ത് സ്ട്രൈക്ക് ചെയ്തു. ഒരു സ്ട്രൈക്ക് ബാവൽപൂർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററിലും അകത്ത് ചെന്നിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. പക്ഷെ അവർക്ക് തിരിച്ച് ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമ്മളെ എയർക്രാഫ്റ്റ് ഒന്നും ഇവിടുന്ന് ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ പാകിസ്ഥാൻ മണ്ണ് ഉപയോഗിച്ചല്ല, ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാകിസ്ഥാന് അവരുടെ ഈ ആളുകളുടെ ഇടയ്ക്ക് ആ ഒരു പ്രതിച്ഛായ വീണ്ടും ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അവർ തിരിച്ചെന്തെങ്കിലും ചെയ്തേ മതിയാവും. ഒരു റിട്ടാലിയേഷൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ സൈന്യം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം പെഹൽഗാമിനെ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. അവരാണ് വിക്ടിം, ഇന്ത്യയാണ് സ്ട്രൈക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഇനി തിരിച്ചടിക്കണം. ഇത് പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം ഈ സാധാരണക്കാര ആളുകളുടെ ഇടയ്ക്ക് അവിടെ ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ ഫുഡുണ്ടോ വെള്ളമുണ്ടോ ഇതൊന്നും ആളുകൾ മറന്ന് പാകിസ്ഥാൻ ഖത്രമേ എന്നുള്ള രീതിയിൽ വന്ന് പാകിസ്ഥാൻ്റെ സൈന്യം അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷകരായി മാറാനുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് ഇന്ത്യയിൽ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു അതോടൊപ്പം തന്നെയാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ ഈ അറ്റാക്ക് നടത്തുന്ന വേളയിൽ തന്നെ ഉറി അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ സാധാരണക്കാരെ, സിവിലിയൻസിനെ രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണം, നമുക്ക് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുമുണ്ട്. ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ, അതിനിടയിൽ നമ്മുടെ സൈന്യം നടത്തിയ ഈ തിരിച്ചടി, ആ തിരിച്ചടിയുടെ ഒരു പ്രിസിഷൻ എന്ന് ആണ് എല്ലാവരും എടുത്തു പറയുന്നത്. ഈ മസൂദ് അസറിന്റെ കുടുംബം താമസിച്ച ബ്ലോക്ക് 18 ഏക്കറോളം വരുന്ന വലിയ ഒരു ക്യാമ്പാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പ് ഏരിയയാണ്. 18 ഏക്കറോളം ഉണ്ട്. അതിനിടയിൽ കൃത്യമായി അത് സ്കെച്ച് ചെയ്തുകൊണ്ട് ആക്രമിച്ച IAFന്റെ ഒരു കൃത്യത അത് ലോകം ഇന്ന് കാണുകയല്ലേ. പാകിസ്ഥാൻ ഇനിയും ഇതുപോലെയുള്ള ലോഞ്ച് പാഡ്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ കൃത്യമായി സ്കെച്ച് ചെയ്ത് ആക്രമിക്കാൻ നമുക്ക് കഴിയും എന്നതുകൂടി ഇത്തവണ കാട്ടിക്കൊടുത്തിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും ആ 2 ലേഡി ഓഫീസേഴ്സ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 21 ട്രെയിനിങ് ക്യാമ്പ്സിൻ്റെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഇപ്പം ഞങ്ങൾ ഈ 9 എണ്ണം മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. ആ 9 എണ്ണത്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനകത്തും ആ 9 എണ്ണത്തിലും
ഏതൊക്കെ ടെററിസ്റ്റാണ് അവിടെ താമസിക്കുന്നത്, ബോർഡറിൽ നിന്ന് എത്ര ദൂരമുണ്ട്, ഏതൊക്കെ വീടുകളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നുള്ള വളരെ കൃത്യമായിട്ട് ആ ഒരൊറ്റ വീട് മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു അമ്യുനിഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു ഈ എന്താ പറഞ്ഞ ഒരു വ്യാപകമായിട്ടുള്ള കാർപ്പറ്റ് ബോംബിംഗ് പോലുള്ള കാര്യമൊന്നുമല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഗാസയിലൊക്കെ കാണുന്ന പോലെ എല്ലാ കെട്ടിടങ്ങളും തകർക്കുന്നുള്ള രീതിയിലൊന്നുമല്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ബഹാവൽപൂരിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൃത്യമായിട്ട് മുകളിൽ ഹോൾ വരെ കാണാം. ആ ഹോളിൻ്റെ അകത്ത് വന്നിട്ടാണ് അത് വീണിരിക്കുന്നത്. അങ്ങനെ പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും പറഞ്ഞു, നമ്മൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ടാർഗറ്റ് ചെയ്തില്ല. നമ്മൾ ഇതിനൊരു നോൺ എസ്കലേറ്ററി, അതായത് നമ്മളായിട്ട് ഇതിനെ വ്യാപിക്കാൻ അല്ലെങ്കിൽ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്നും കൂടി ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജിൻ്റെ അത് എന്താ പറയുക, കുറച്ചെങ്കിലും ബുദ്ധിയുള്ള പാകിസ്ഥാനി സൈന്യത്തിൻ്റെ ജനറൽമാരുണ്ടെങ്കിൽ അത് വായിച്ച് ഇനി ഇതിനെ എസ്കലേറ്റ് ചെയ്തിരുന്നാൽ നല്ലതാണ്. അതല്ല അവർക്ക് ഏതെങ്കിലും ഒരു റിറ്റാലിയേഷൻ ചെയ്തേ മതിയാവൂ എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പാർട്ട് 2 നമ്മൾ കാണും. അത് ഇതിൻ്റെ പോലെ ഒന്നായിരിക്കത്തില്ല, ഇതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്കായിരിക്കും അത് മാറാൻ പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി. വിലയിരുത്തലിന് കേണൽ ഡിന്നിയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രതിരോധ മേഖലയിൽ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്.